എത്രയൊക്കെ നമ്മൾ സൂക്ഷിച്ചെന്ന് പറഞ്ഞാലും വരാനുള്ളത് വഴി തങ്ങത്തില്ലല്ലോ. അതുകൊണ്ട് തന്നെ ഇന്ന് ചെറുതായിട്ടൊന്ന് വീണിട്ടുണ്ടായിരുന്നു. അതും ബാത്റൂമിലായതുകൊണ്ട് അത്രത്തോളം പേടിയുണ്ടായിരുന്നു. കുളിച്ചുകൊണ്ട് നിൽക്കുന്ന സമയമായതുകൊണ്ട് തന്നെ ദേഹമൊക്കെ നനഞ്ഞിരിക്കുകയാണല്ലോ. അതുകൊണ്ട് നല്ല രീതിയിൽ ആ ഒരു ബാക്കിടിച്ച് വീണപ്പോഴത്തേക്ക് എഴുന്നേക്കാനും വയ്യ, ആകെ ഒരു ബുദ്ധിമുട്ടുമായിരുന്നു. സോപ്പും ഒക്കെ കയ്യിലുള്ളതുകൊണ്ട് തന്നെ തെറ്റി തെറ്റി പിന്നെയും പോവുമായിരുന്നു. അതിനോട് എനിക്ക് ടെൻഷൻ എന്ന് പറഞ്ഞാൽ ഫ്ലൂയിഡ് പൊട്ടിയിട്ടുണ്ടോ ഇല്ലയോ എന്നായിരുന്നു. ഇടിച്ച വീഴ്ചയിൽ ഇനി കുഞ്ഞിനെന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ എന്നൊക്കെ ഉള്ളൊരു ടെൻഷനായിരുന്നു. നനഞ്ഞിരിക്കുന്നതുകൊണ്ട് ഫ്ലൂയിഡ് എങ്ങാനും പോകുന്നുണ്ടെങ്കിൽ നമുക്ക് അറിയത്തുമില്ലല്ലോ. അങ്ങനെ പെട്ടെന്ന് എങ്ങനെയൊക്കെയോ ഒന്ന് മേലത്തൂടെ വെള്ളം ഒഴിച്ച് വന്ന ഒറ്റ ഇരിപ്പായിരുന്നു. ഒരു 3/4 മണിക്കൂർ ഒരേ ഇരുത്തിയിരുന്നു. കാരണം കുഞ്ഞിന് അനക്കം ഇല്ലാത്ത രീതിയിൽ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. ആൾ പേടിച്ചിട്ടാണോ ഇല്ലയെന്നൊന്നും അറിയത്തില്ല. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ആളുടെ ചവിട്ടും തൊഴിയൊക്കെ ആയിക്കഴിഞ്ഞപ്പോഴേ ഒരു മനസ്സമാധാനമായി കേട്ടോ. പിന്നെ ഹോസ്പിറ്റലിലൊന്നും പോകണ്ട എന്ന് പറഞ്ഞ് ഇരുന്നെങ്കിലും കുഞ്ഞൻ വന്നപ്പോഴത്തേക്ക് പിന്നെ കയ്യോടെ ഇതാ നമുക്ക് പോയിട്ട് വരാം, വെച്ചോണ്ടിരിക്കേണ്ട, നോക്കിയിട്ട് വരാമെന്ന് പറഞ്ഞ് പിന്നെ പോയി. അങ്ങനെ സ്കാനിങ്ങും കുഞ്ഞിൻ്റെ അനക്കമൊക്കെ നോക്കി. ആൾക്കൊരു കുഴപ്പമില്ല, ആൾ നല്ല ആക്റ്റീവായിട്ട് ഇരിക്കുകയാണ്. പിന്നെ എനിക്ക് ഇടിച്ച് വീണതിൻ്റെ ബുദ്ധിമുട്ടും വേദനകളും ഉണ്ടായിരുന്നു കേട്ടോ. ആ സമയത്ത് എനിക്ക് അത്ര വലിയ ബുദ്ധിമുട്ടായിട്ട് തോന്നിയില്ലെങ്കിലും പിന്നീട് രാത്രി ആയപ്പോഴത്തേക്ക് ഉറങ്ങാൻ പറ്റാത്ത